ഇപ്പോൾ സീതൻ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു മെഗാ ബ്രേക്ക് എക്സ്ക്ലൂസീവ് ഇങ്ങനെയാണ്. മുദ്രാവാക്യം ഏറ്റില്ല എന്നാണ്. ഇലക്ഷൻ മുദ്രാവാക്യം വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് CPM വിലയിരുത്തുകയാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം അത്ര കണ്ട് വർക്കൗട്ട് ആയില്ല, അതുകൊണ്ട് എറിച്ചില്ല എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. മുൻ തെരഞ്ഞെടുപ്പുകളേതുപോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാനായില്ല, പ്രകടന പത്രികയും ആകർഷകമായില്ല എന്നാണ് വിമർശനം. അതുമാത്രമല്ല, നേതാക്കൾ പെരുമാറ്റം നന്നാക്കണം എന്ന് CPM തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് പരാതികളുണ്ട്. ആഡംബര ജീവിതശൈലി അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനം. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും പ്രകടന പത്രികയും ആകർഷകമായില്ല എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് ശ്രീത്ത്, ഇപ്പോൾ പല സ്ഥലങ്ങളിലും LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതിനൊപ്പം പിണറായി വിജയനെ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം പോലും ഇല്ലാതെ പിണറായി വിജയനെ മാത്രം വെച്ച കുറേ അധികം ഫ്ലക്സുകൾ ഇലക്ഷൻ കാലത്ത് പുറത്തു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം മാത്രമായിരുന്നോ പ്രശ്നം, അതോ ഒരൊറ്റ ചിത്രം ഫ്ലക്സുകളിൽ നിറഞ്ഞത് പ്രശ്നമായി എന്നൊരു വിലയിരുത്തൽ അതിലുണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, അത്തരമൊരു വിലയിരുത്തൽ CPMന്റെ 47 പേജുള്ള അവലോകന റിപ്പോർട്ടിൽ ഒരിടത്തുമില്ല. എന്നാൽ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ UDFും മാധ്യമങ്ങളും വളരെ സമർത്ഥമായി ശ്രമിച്ചു എന്ന വിമർശനം ഈ റിവ്യൂ റിപ്പോർട്ടിന്റെ പല ഭാഗത്തുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കാല മുദ്രാവാക്യം 2016 LDF വരും, എല്ലാം ശരിയാക്കുമെന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയെങ്കിൽ ഇത്തവണ 2026 LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തത്. ഈ മുദ്രാവാക്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളെ വേണ്ടത്ര ആകർഷിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നാണ് സ്വയം വിമർശനപരമായി ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് വിലയിരുത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ പ്രകടന പത്രികയും വേണ്ടത്ര ആകർഷകമായില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UDF കർമ്മ പദ്ധതികൾ ഊന്നിയുള്ള പ്രകടന പത്രികയാണ് അവതരിപ്പിച്ചത്. അതിന് മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ തോതിലുള്ള പ്രചാരണം കിട്ടി. എന്നാൽ LDFന്റെ പ്രകടന പത്രികയ്ക്ക് വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് ഈ പ്രകടന പത്രിക ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെപ്പറ്റിയും വളരെ വിശദമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മുടെ പാർട്ടിക്കകത്ത് കടന്നു വന്നിട്ടുള്ള തെറ്റായ പ്രവണതകൾ പലയിടത്തും അവമതിപ്പുണ്ടാക്കുന്ന സ്ഥിതി സൃഷ്ടിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വരുമാനമനുസരിച്ച് ജീവിക്കുന്നതിനപ്പുറം ആഡംബര ജീവിതശൈലി ചിലർ സ്വീകരിക്കുന്നതും ജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം പോരായ്മകളും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പല നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെ സംബന്ധിച്ച പരാതികൾ പല മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജനസൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് നാം സ്വയം മാറേണ്ടതുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നേതാക്കളുടെ പെരുമാറ്റം നന്നാക്കണം, ഇനിയും നന്നാകാനുണ്ട് എന്ന് പറയുന്ന പോലെ ഇനിയും നന്നാകാനുണ്ട്, നന്നാക്കിയേ മതിയാവൂ എന്ന കാര്യമാണ് CPMന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ എൻ്റെ ഇത്രയും കാലത്തെ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ ഇത് പലതവണ CPMന്റെ പല അവലോകന റിപ്പോർട്ടുകളിലും നിർദ്ദേശങ്ങളിലും സർക്കുലറുകളിലുമൊക്കെ ഇടം പിടിച്ചതാണ്. എന്നാൽ അതിലൊന്നും ഒരു മാറ്റവുമില്ല. അഭംഗുരം ഈ പെരുമാറ്റമൊന്നും ഒരു തരത്തിലും മാറാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്കെല്ലാം മുന്നിലുള്ള അനുഭവം. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേതാക്കൾ പെരുമാറ്റം നന്നാക്കണം എന്നുള്ളതാണ്, മുദ്രാവാക്യം അങ്ങോട്ട് ഒത്തില്ല എന്നുള്ളതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. CPMന് അത്തരത്തിലുള്ള വിലയിരുത്തൽ സംവിധാനമുണ്ട്. നേരത്തെ ശ്രീത്ത് പറയുന്ന പോലെ നേരത്തെയൊക്കെയുള്ള വിലയിരുത്തൽ നടത്തി വെറുതെ പൊടിപിടിച്ച റിപ്പോർട്ട് അവിടെ ഇരിക്കുന്നത് പോലെ ഇത് തിരുത്തലിലേക്ക് നയിക്കട്ടെ ജനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.